ഏറ്റവും ആദരണീയനായ എബ്രഹാം അച്ഛൻ, പ്രിയപ്പെട്ട തോമസ് മുകുളിൽ അച്ഛൻ, ശ്രീ അജയ്, ശ്രീ അലക്സാണ്ടർ, സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു ഇടവക ദിനം ആഘോഷിക്കുന്ന ഒരു സമയത്ത് കുറച്ചു നേരം നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് എനിക്കറിയാം. ഏറ്റവും ചെറിയ കുഞ്ഞു മുതൽ ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കിങ്ങനെ കാര്യങ്ങളൊന്നും അധികം കേൾക്കുന്നത്, പ്രത്യേകിച്ച് ക്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് തീരെ താല്പര്യമില്ല. ആ ഒരു ക്ലാസ് കേട്ട് മടുത്താണ് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് ഒരു ശനിയാഴ്ചയൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞായറാഴ്ച പള്ളിയിലോട്ട് വരുന്നത്. അപ്പോഴും ക്ലാസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. എന്നാലും ഒരുമിച്ചായിരിക്കുന്ന ഒരു സന്തോഷമാണ്. ആ ഒരു കൂട്ടായ്മയുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. വിവിധ സംഘടനകളുടെ ഭാഗമായിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ സംഘടനകളുണ്ട്, പെൺകുട്ടികൾക്കുണ്ട്, അമ്മമാർക്കുണ്ട്, നമ്മുടെ പിതാക്കന്മാർക്കുണ്ട്. നമ്മളെല്ലാവരും ചേർന്ന് പല സംഘടനയുടെയും ഭാഗമാണ്. ഏത് സംഘടനയെന്ന് പറഞ്ഞാലും വേറൊന്നുമില്ല, കൂട്ടായ്മ എന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നത്. ശരിക്കും കൂട്ടായ്മകളാണ്. അപ്പൊ ഏതൊരു കൂട്ടായ്മയും നമ്മളൊരു ദേവാലയവുമായി ബന്ധപ്പെട്ടായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ അച്ഛൻ സൂചിപ്പിച്ചു, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആത്മീയതയാണ്. ആ ഒരു ആത്മീയത സ്വന്തമാക്കിയാൽ സത്യത്തിൽ ഏത് സംഘടനയിലും നമുക്ക് നന്നായി പ്രവർത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ദേവാലയത്തിലെ അംഗങ്ങൾ ദേവാലയവുമായി മാത്രം ബന്ധപ്പെട്ട സംഘടനയുടെ ഭാഗമായ മതിയോ ഇക്കാലത്ത് എന്നുള്ളത് നമ്മൾ നേരിടുന്ന ഒരു വലിയ ചോദ്യമാണ്. നമ്മുടെ ഓരോ ദിവസവും, പ്രത്യേകിച്ച് നമ്മെപ്പോലെയുള്ള ക്രിസ്തീയ വിഭാഗത്തിൽ പെടുന്നവരൊക്കെ നേരിടുന്ന പല പ്രശ്നങ്ങളും കാണുമ്പോൾ നാം ആലോചിക്കേണ്ടത്, ഈ രാജ്യത്തെ നിയമങ്ങളും പലതും നടപ്പിലാക്കുന്നതുമായ തലങ്ങളിലുള്ളവർ, നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഇല്ലാതെ പോയാൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് വെറും ദേവാലയത്തിലെ സംഘടന മാത്രമല്ല, പൊതു സംഘടനകളിലും നമ്മുടെ പങ്കാളിത്തം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ആവശ്യബോധത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഈ സംഘടനയിലെ ദേവാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകേണ്ട ആത്മീയത തീർച്ചയായിട്ടും അവരേത് തലത്തിലാണെങ്കിലും അവരെ സഹായിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും, ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും ആദ്യം നമ്മളിപ്പോൾ ഈ കൂടിച്ചേരലിൽ, ഈ കൂട്ടായ്മയിൽ ഓർക്കേണ്ടത് എന്താണ്? ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ നമുക്കായിട്ട് രൂപം കൊണ്ട്? നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ദേവാലയത്തിൽ ഇത്ര സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ ആരാ ഇത് ഉണ്ടാക്കിയത്? ഇത്രയധികം വാഹന സൗകര്യങ്ങളോ സഞ്ചാര സൗകര്യങ്ങളോ അല്ലെങ്കിൽ ആശയവിനിമയത്തിനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു ദരിദ്രം പിടിച്ച കാലത്ത്, സാമ്പത്തിക സൗകര്യങ്ങൾ ഇല്ലായിരുന്നു, അത്രമാത്രം കഷ്ടപ്പാടിന്റെ കാലത്ത് ഇപ്രകാരം നമുക്കായിട്ടൊരു ദേവാലയം ഉണ്ടാകണം എന്ന വീക്ഷണത്തോടുകൂടി ദേവാലയം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനോടൊക്കെ ചേർന്നുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടൊക്കെയുള്ള ചില പൂർവ്വ പിതാക്കന്മാരെ ഓർക്കാതെ നമുക്ക് ഒരിടത്തും കൂടിയിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഏതൊരു കൂട്ടായ്മയുടെയും അടിസ്ഥാനം ആരംഭിക്കേണ്ടത് ആരാണ് നമുക്കായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, അവരെ കുറിച്ച് ഒരു മിനിറ്റെങ്കിലും ഒന്ന് ഓർത്തിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരുമിച്ചായിരിക്കണം. അവരില്ലെങ്കിൽ നമ്മളില്ല. അപ്പൊ ചില കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല എന്നുള്ളത് ആത്മീയതയുടെ അടിസ്ഥാനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നു കേട്ടോ, എല്ലാം അല്ല. ചില കാര്യങ്ങൾ മറക്കാൻ പാടില്ല. നമ്മളിപ്പം എന്തായിരിക്കുന്നു എന്നുള്ളത് ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. നമ്മൾ എന്താകുന്നു, എന്തായിത്തീരും എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷെ ഇപ്പോൾ എന്തായിരിക്കുന്നു, അതെങ്ങനെ ആയതാണ്, അതൊരിക്കലും മറക്കാൻ പാടില്ല. ഇത് ഞാൻ എടുത്തു പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ കുറിച്ചും കൂടി ഓർത്തോണ്ടാണ് കേട്ടോ. നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ എന്തായിരിക്കുന്നു എന്നുള്ളതിൽ അത്ര സംതൃപ്തി പോരാ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർക്കൊക്കെ അവരുടെ മാതാപിതാക്കന്മാരെ അത്ര പിടിക്കുന്നില്ല. അച്ഛനും അമ്മയ്ക്കും ഒന്നും അത്ര വിദ്യാഭ്യാസം പോരാ, മാതാപിതാക്കന്മാർക്ക് അത്ര സംസ്കാരം പോരാ, സൗന്ദര്യം പോരാ, ഇവർക്കൊന്നും സമൂഹത്തിലൊരു വിലയും നിലയുമില്ല. ഇവർക്കെന്താണ് കുട്ടികളുടെ ഭാഷ പറഞ്ഞാൽ തീരെ വിവരമില്ല.
അവരുടെ മാതാപിതാക്കന്മാർക്ക് വിവരമില്ല, പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വിവരമില്ല. ഏറ്റവും വലിയ വിവരദോഷികൾ അവരെ പഠിപ്പിക്കുന്ന കുട്ടികൾ പറയും. അപ്പൊ അവർക്ക് ഇപ്പൊ എന്തായിരിക്കുന്നു അതിലൊന്നും തീരെ ഒരു മതിപ്പില്ല. എന്നോടൊരു കുട്ടി പറഞ്ഞു, അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക കേട്ടോ. കൊച്ചുകുട്ടികളൊന്ന് കേട്ടിരിക്കണേ. നമ്മളെല്ലാ ദിവസവും സ്കൂളിൽ 5 കൊണ്ടുപോകത്തില്ലേ? സ്കൂളിൽ കഴിക്കാൻ കൊണ്ടുപോകത്തില്ലേ? സ്കൂളിൽ കഴിക്കാൻ പോകുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഇങ്ങനെ ചോറും പൊതിയൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു പെൺകുട്ടി ചോറിങ്ങനെ എടുത്ത് പൊതിച്ചു വെച്ചിട്ട്, അവള് ക്ലാസ്സിലെ ഏറ്റവും ടോപ്പാ കേട്ടോ, ഏറ്റവും കൂടുതൽ മാർക്ക് അവക്കാണ്. അവളിങ്ങനെ ചോറും പൊതിയൊക്കെ എടുത്തു വെച്ചിട്ട് പറയുവാണ്, ഉശോ ഈ കൂട്ടാനൊക്കെയാണോ ആ തള്ള എടുത്തു വെച്ചിരിക്കുന്നത്? അവരോട് ഞാൻ രാവിലെ പറഞ്ഞതാ ഈ കൂട്ടാനൊന്നും വെക്കണ്ട, അവർക്ക് വിവരമില്ല. ആരെ കുറിച്ചാ പറയുന്നതെന്നറിയാവോ? സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ അമ്മ. ആ അമ്മയെ കൊടുത്തുവിട്ട ചോറും പൊതി എടുത്തു വെച്ച് അതിന്റെ പിന്നിലുള്ള യാതൊരുവിധ കഷ്ടപ്പാടുകളും ഒന്നും മനസ്സിലാക്കാതെ അവള് പറയുവാണ്, അവക്ക് ഇഷ്ടമില്ലാത്ത കൂട്ടാൻ എടുത്തു വെച്ചത് കൊണ്ട് പറയാണ്, അല്ലേലും ആ തള്ളയ്ക്ക് വിവരമില്ലല്ലോ. അപ്പൊ സ്വന്തം അമ്മയ്ക്ക് ഒരു തള്ളയെന്ന് വിളിക്കുന്ന കുട്ടിക്ക് എന്ത് വിവരമാണുള്ളത്? അവൾ ഇത്രയും കാലവും പഠിച്ച അറിവ് അവളെ ഇതിനാണോ സഹായിച്ചത്? അപ്പൊ അടുത്തയാൾ അടുത്ത ചോറും പൊതിയൊക്കെ എടുത്തിട്ട് അടുത്ത ഡയലോഗ്, എന്റെ വീട്ടിലൊരു തന്തയുണ്ട്, വേണേ ഫ്രീ ആയിട്ട് തന്നേക്ക്, ആര് വേണേലും എടുത്തോളാം. മനസ്സിലായോ? അപ്പൊ ഇതിനൊക്കെയാണ്, ഇങ്ങനെയാണോ നമ്മൾ? എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? നമുക്ക് ഫുൾ A+ ആണെന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇങ്ങനെയൊക്കെ സ്വന്തം മാതാപിതാക്കന്മാരെ കാണാനുമാണോ നമ്മുടെ ഫുൾ A+? എന്തിനാ പഠിക്കുന്നത്? എന്ത് പ്ലസ് ആണ് ഇതിലൊക്കെ ഉള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളും നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതിന് ചില അടിസ്ഥാനങ്ങളെ കുറിച്ച് ബോധ്യം ഉണ്ടാവണം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാം, നമ്മളിപ്പോ എന്തോ ഒരു വലിയ ടെക്നോളജിയാണ് നമുക്കുള്ളത് അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. നിങ്ങൾക്ക് പഠിച്ച് ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനോ ആകാൻ സാധിച്ചു എന്ന് വിചാരിക്കുക. നമ്മളങ്ങ് പഠിച്ച് ഒരു വലിയ സയന്റിസ്റ്റായി. അപ്പൊ സയന്റിസ്റ്റ് ആയപ്പോ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് അതുണ്ടാക്കാൻ പറ്റും, ഇതുണ്ടാക്കാൻ പറ്റും, മറ്റേതുണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് വേണമെങ്കിൽ ആയുസ് നീട്ടിയെടുക്കാം, ബട്ട് ക്യാൻ യു ക്രിയേറ്റ് യുവർ ഫാദർ ആൻഡ് മദർ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അമ്മയെ സൃഷ്ടിക്കാൻ പറ്റുമോ? സ്വന്തം അച്ഛനെ സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, പൊന്നു കുഞ്ഞുങ്ങളെ, എത്ര വലിയ സാങ്കേതിക വിദ്യ ഉണ്ടായാലും അസാധ്യമാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ആരാണ്? നമ്മുടെ മാതാപിതാക്കന്മാരാണ്. അവരില്ലെങ്കിൽ നമ്മളുണ്ടോ ഈ ഭൂമിയിൽ? ഇല്ല. അപ്പൊ അവരുടെ കാശാണോ വലുത്? അല്ല. അവരുടെ കാശ് എത്രയാണേലും, അവരുടെ വിദ്യാഭ്യാസം എത്രയാണേലും. ഒരു കുട്ടി എന്നോട് അടുത്ത കാലത്ത് പറഞ്ഞു, +2 കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോഴാകട്ടോ എനിക്ക് എൻ്റെ ശരിയായ അവസ്ഥ പിടികിട്ടിയെന്ന്. ഞാൻ ചോദിച്ചു എന്താണ്? അന്നേരം പറയാണ്, ഞാൻ വെറുതെ അടുത്ത് എന്ത് പഠിക്കണമെന്നൊക്കെ ചോദിച്ചു വീട്ടിൽ സംസാരിച്ചപ്പം എൻ്റെ അച്ചാച്ചൻ എന്നോട് പറയാണ്, എൻ്റെ കയ്യിൽ കാശുള്ളൊന്നും വിചാരിച്ച് നീ പഠിക്കാനൊന്നും വിചാരിക്കണ്ട കേട്ടോ, എൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല, ബാങ്ക് ബാലൻസ് 0 ഒരു അപ്പനാണ് എൻ്റെ അപ്പൻ. അപ്പൊ അവൻ പറയാണ്, ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പൊ അച്ഛന്റെ ബാങ്ക് ബാലൻസ് വെച്ചാണോ നമ്മളെ അളക്കേണ്ടത്? അല്ല. അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കന്മാരെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയൊക്കെ നമുക്ക് ബഹുമാനിക്കാനും ആദരിക്കാനും പറ്റണം. അവരെ മറന്നു പോകരുത്. ഈ അടുത്ത കാലത്ത് ഒരു ചെങ്ങാതി അങ്ങ് സ്പേസിൽ പോയില്ലായിരുന്നു. ആരായിരുന്നു അത്? ബഹിരാകാശ യാത്രയെ പോയിട്ട് തിരിച്ചു വന്നല്ലോ ഒരാൾ. ആരാണ്? പേരോർമ്മയുണ്ടോ? ഉണ്ട്, പേരുണ്ട്, മനസ്സിലങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ആരായിരുന്നു? ശുഭാൻഷു ശുക്ല അല്ലേ? ശുഭാൻഷു ശുക്ല അങ്ങ് ബഹിരാകാശത്ത് പോയി. ബഹിരാകാശത്ത് ചെന്നിട്ടുണ്ടല്ലോ, നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ചു അവിടെ ചെന്നിട്ട്. അപ്പൊ പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? ഈ ബഹിരാകാശത്ത് നിന്നുകൊണ്ട് ഭൂമിയിലോട്ട് നോക്കുമ്പം, ഉയ്യോ കഷ്ടം, നമ്മളല്ലേ ഈ രാജ്യമെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതിർത്തികളൊക്കെ. അവിടെ നിന്ന് നോക്കുമ്പോ ഇവിടെ ഒന്നും ഇല്ല, എല്ലാം ഒന്നാണ്, ഒരേ ഒരു ലോകമേ ഉള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാനിപ്പോൾ അങ്ങയോട് സംസാരിക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാമോ? എന്റെ കാലുകൾ രണ്ടും കൂട്ടിക്കെട്ടി ഗ്രൗണ്ട് ലെവലിനോട് ചേർത്ത് വെച്ചു. അല്ലെങ്കിൽ ബഹിരാകാശത്ത് എന്ത് സംഭവിക്കും? പറന്നു പോവും, സംസാരിക്കാൻ പറ്റത്തില്ല പ്രധാനമന്ത്രിയോട്. അപ്പോൾ ബഹിരാകാശത്ത് നിന്നുകൊണ്ട് സംസാരിക്കാനായിട്ട്
ഈ ശാസ്ത്രജ്ഞൻ ആദ്യം ചെയ്യേണ്ടി വന്നത് സ്വന്തം കാല് തറയെ കൂട്ടിക്കെട്ടി അവിടെ നിർത്തേണ്ടി വന്നു. അല്ലാതെ സംസാരിക്കാൻ പറ്റത്തില്ല. ഇത് വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. നിലനിൽക്കണമെങ്കിൽ, മുമ്പോട്ട് പോകണമെങ്കിൽ എവിടെയാണെങ്കിലും നമ്മുടെ കാലുകൾ ഉറപ്പിച്ചു നിർത്തണം. എവിടെ ഉറപ്പിച്ചു നിർത്തണം? നമ്മുടെ വേരുകൾ തിരിച്ചറിയണം, അവിടെ ഒരു ഉറപ്പുണ്ടാക്കണം. എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പൂർവികരെ, നമ്മുടെ മാതാപിതാക്കന്മാരെ, നമ്മളെ ഇത്രയൊക്കെ ആക്കിയിട്ടുള്ള അനേക ആൾക്കാരെ ഒന്നും നമ്മൾ മറക്കാനേ പാടില്ല എന്നുള്ളതാണ് ഏതൊരു കൂട്ടായ്മയുടെ അടിസ്ഥാനം. അവരൊക്കെ പഴയ ആൾക്കാർ, അവരങ്ങനെ പലതും പറയും, അവരെ കാശിന് കൊള്ളത്തില്ലാത്തവരായിരുന്നു എന്നിങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ നമ്മളൊന്ന് മാറ്റിവെക്കണം. 2, അടുത്ത കാലത്ത് ഞാൻ സംസാരിക്കാറുള്ള കോളേജുകളിൽ പഠിക്കുന്ന ചെറുപ്പക്കാരായിട്ടൊക്കെയുള്ള ഭൂരിഭാഗം കുട്ടികളും എന്നോട് പറയാറുള്ളത്, ഞാൻ സംസാരിക്കുന്ന ഭൂരിഭാഗം സ്ത്രീകളും എന്നോട് പറയാറുള്ളത്, ടീച്ചറെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഡിപ്രഷനാണ്. ഒരു രക്ഷയില്ല. കോളേജിൽ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന കുട്ടി കണ്ടാ നല്ല മിടുക്കിയാണ്, പക്ഷെ പറയുന്നത് ടീച്ചറെ ഡിപ്രഷനാണ്, വിഷാദമാണ്. അതെന്താണ് ഇത്ര വലിയ ഡിപ്രഷൻ? ആലോചിച്ചാൽ സന്തോഷിക്കാൻ ഒന്നുമില്ല. ആലോചിക്കും തോറും സങ്കടവും വിഷമവും കൂടി കൂടി വരുവാണ്. പഠിച്ചിട്ട് എന്താണ് കാര്യം? പഠിച്ചാൽ ജോലി കിട്ടുമോ? ഈ പഠിക്കുന്നതെല്ലാം പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുമോ? ഇനി ജോലി കിട്ടിയിട്ട് എന്ത് കാര്യം? എങ്ങനെ ജീവിക്കും? നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അതോ അത് ശോകമായി പോവോ? എന്നിങ്ങനെ പലതരത്തിലുള്ള ആശങ്കകളാൽ വിഷാദമാണ് എന്ന് പറയുമ്പോൾ, അത്തരം വിഷാദത്തിലൂടെ ജീവിക്കേണ്ടവരാണോ ഓരോ ക്രിസ്തീയ വിശ്വാസിയും എന്നുള്ളത് നാം ചിന്തിക്കണം. അതിന് സത്യം പറഞ്ഞാൽ എല്ലാവിധ മനഃശാസ്ത്ര തത്വങ്ങളും വലിയ ലോക തലത്തിലുള്ള പണ്ഡിതരായിട്ടുള്ള ആൾക്കാരും ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയും? നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൃതാർത്ഥതയുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കും. നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ദിവസം ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് താങ്ക് യു എന്ന് പറയാറില്ലേ? പറയാറുണ്ടോ? കൂട്ടുകാരോട് താങ്ക് യു പറയും. പിന്നെ ആരോടൊക്കെ പറയും? ടീച്ചേഴ്സിനോട് താങ്ക് യു പറയാറുണ്ടോ? ഉണ്ടോ? രാവിലെ ഇന്ന് എവിടുന്നാ കഴിച്ചത്? ഇവിടുന്നാണോ ഭക്ഷണം കഴിച്ചത്? ആണോ? അപ്പൊ ഭക്ഷണം വിളമ്പി തന്ന ആളോട് താങ്ക് യു എന്ന് പറഞ്ഞായിരുന്നു? ഇല്ല. അല്ലേ? അതെന്താ പറയാതിരുന്നേ? അപ്പോ നന്ദി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾ സന്തുഷ്ടരായി പ്രത്യാശയോടെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നന്ദി ഉണ്ടാവണം. എന്തുകൊണ്ടാണ്? ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മളിപ്പോ ഈ നിന്ന് സംസാരിക്കുന്ന ഈ 11:45 സമയത്ത്, ഈ സമയം കാണാൻ പറ്റാതെ പോയ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ലോകത്താണ് നമ്മളിപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ ജീവനോടെ, അല്ലേ? ഇന്നത്തെ പ്രഭാതത്തിൽ ഉണരാൻ കഴിയാതെ പോയവരുണ്ട്. അപ്പൊ എത്ര നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നമ്മൾ ഓരോ ദിവസവും ഉണരേണ്ടത്. ഉണരാൻ സാധിച്ചതിൽ തന്നെ നന്ദിയുള്ളവരായിരിക്കണം. ഞാൻ കണ്ണു തുറന്നപ്പോൾ എനിക്കെല്ലാം കാണാം. അയ്യോ, എത്ര നന്ദിയുള്ളവരാകണം. ഞാൻ ഉണർന്നപ്പോൾ എനിക്ക് എത്രയോ ശബ്ദങ്ങൾ കേൾക്കാം. എത്ര നന്ദിയുള്ളവരാകണം. ഞാൻ ഉണർന്നെഴുന്നേറ്റ് വന്നപ്പോൾ നിങ്ങളിൽ ചിലർക്ക് ആരെങ്കിലും ഒക്കെ കാപ്പി ഉണ്ടാക്കി തന്നു കാണും. അത് കുടിച്ചപ്പോൾ അതിന്റെ രുചി അറിയാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നന്ദി ഉണ്ടാവണം. നിങ്ങളുടെ അമ്മമാർ കാപ്പി ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഇന്നും ഇത് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായല്ലോ എന്നോർത്ത് നന്ദി ഉണ്ടാവണം. അങ്ങനെ നോക്കുമ്പോൾ നന്ദി ഇല്ലാത്തൊരു നിമിഷം പോലും നമുക്കില്ല, അല്ലേ? ഞാനിപ്പോ ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. എന്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ സഞ്ചരിച്ച വാഹനം ഓടിച്ച ആളുടെ സൂക്ഷ്മത അതെന്നെ ഇവിടെ എത്തിച്ചതിന് വലിയ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, എനിക്ക് ഒരു പരിചയവുമില്ലാത്ത ആയിരക്കണക്കിന് വാഹനങ്ങൾ എനിക്കെതിരെ വന്നായിരുന്നു. അത് ഓടിച്ച മുഴുവൻ പേരുടെ സൂക്ഷ്മതയാലാണ് ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത്, അല്ലേ? അങ്ങനെ നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേരോട് കടപ്പെട്ടിരിക്കുന്നു, എത്ര പേരോട് ഓരോ നിമിഷവും നന്ദി പറയണം. നമ്മളിപ്പോ ധരിച്ചിരിക്കുന്ന വസ്ത്രം സ്വന്തമായിട്ടുണ്ടാക്കിയതാണോ? ആണോ? നമുക്കറിയത്തില്ല, ഇത് എവിടുന്നാന്ന് പോലും അറിയത്തില്ല. ഏതോ കടയിൽ നിന്ന് വാങ്ങി നമ്മൾ ധരിച്ചിരിക്കുവാണ്. രാവിലെ ഇപ്പൊ എന്താ കഴിച്ചത്? എന്താ മോനെ ഇപ്പൊ രാവിലെ കഴിച്ച ഭക്ഷണം? ഇഡലി സാമ്പാറും. ഇഡലി സാമ്പാറും നമ്മളാണോ ഉണ്ടാക്കിയത്? മോനാണോ ഉണ്ടാക്കിയത്?
അല്ല, അല്ലേ? ആരോ ഉണ്ടാക്കിയതാണ്, അത് നമ്മൾ ഭക്ഷിച്ചു. അപ്പൊ അങ്ങനെ നോക്കിയാൽ എത്ര പേരുടെ സഹായത്താലാണ് നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത്. ഇവരോടെല്ലാം നമുക്ക് കടപ്പാടുണ്ട്, ഇവരോടെല്ലാം നന്ദി നിറഞ്ഞ ഒരു മനസ്സുണ്ടായിരിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിനീതരായി മാറും. കൂടുതൽ വിനീതൻ, ഞാൻ, എന്റേത്, എനിക്കുള്ളത്, എന്റെ കഴിവ് എന്നുള്ളതിൽ അർത്ഥമില്ല എന്നുള്ളത് ബോധ്യമാണ്. ആഫ്രിക്കൻ ഒരു ഫിലോസഫി ഉണ്ട്, അതിന്റെ പേര് ഉബണ്ടു എന്നാണ്. ഉബണ്ടു എന്ന വാക്കിന്റെ അർത്ഥം ഐ ആം ബിക്കോസ് വി ആർ എന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉണ്ട്, അതിന് കാരണം നിങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ചങ്ങനാശ്ശേരി എന്നുള്ള ഒരാൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്റെ മുമ്പിൽ കേൾക്കാനിരിക്കുന്നതുകൊണ്ടാണ്, അച്ഛൻ എന്നെ വിളിച്ചത് കൊണ്ടാണ്. നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ദേവാലയം ഉള്ളത് കൊണ്ടാണ്, ഇവിടെ ഇടവക ദിനം വന്നതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും അസ്തിത്വം. നമുക്ക് മാത്രമായിട്ട് അങ്ങനെ ഒന്നുമില്ല എടുത്തു പറയാനായിട്ട്. അതുകൊണ്ട് എല്ലായ്പ്പോഴും നാം കാണുന്ന ഓരോ മനുഷ്യ വ്യക്തിയോടും, ജീവനുള്ളതാണെങ്കിലും ജീവൻ ഇല്ലാത്തതാണെങ്കിലും എല്ലാത്തിനോടും നമുക്ക് കടപ്പാടുണ്ടെന്നുള്ള ബോധ്യമുണ്ടായാൽ മാത്രമാണ് നമുക്ക് ശരിയായ ആത്മീയത ഉണ്ടാകുക. നാം കാണുന്ന പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും എല്ലാത്തിനോടും നമുക്കൊരു കടപ്പാട് തോന്നണം. അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് അത് ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. ആ കടപ്പാടോടെ മുമ്പോട്ട് പോകുമ്പോൾ, ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, നമ്മൾ ചില കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്ന അതാണ്, ചില കാര്യങ്ങൾ മറന്ന് കളഞ്ഞേക്കണം. മറവി വേണം. പരീക്ഷ എടുക്കാറാകുമ്പം കുട്ടികളൊക്കെ എപ്പോഴും സംസാരിക്കാൻ പറയും, ഓ എന്റെ ടീച്ചറെ പരീക്ഷയ്ക്ക് എല്ലാം പഠിച്ചു, പലതവണ പഠിച്ചു, പക്ഷെ പഠിച്ചതൊക്കെ മറന്നുപോയെന്ന് പറയത്തില്ലേ? ആ മറവി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണെന്നാ പറയുന്നത്, ബുദ്ധിമുട്ടാണ്. അത് കാരണം പരീക്ഷയ്ക്ക് നമുക്ക് പ്രയാസമാണെന്ന് പറയല്ലേ. പക്ഷേ ചില കാര്യങ്ങൾ മറന്നേ ഒക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത്? വേണ്ടാത്ത ചില കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഫയലെല്ലാം അങ്ങ് ഫില്ലാകും. എത്ര GB എത്ര ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നല്ലേ നമ്മുടെ ഓരോ സിസ്റ്റത്തിലും നമുക്കറിയാം. അപ്പൊ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കൂടെ മനസ്സിൽ നിറഞ്ഞിരുന്നാല് അതെല്ലാം കൂടെ അവിടെ നിറഞ്ഞിരിക്കും. ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലേ ആവശ്യമുള്ള കാര്യങ്ങളെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക? എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ആകുലതകൾ, കഷ്ടപ്പാടുകൾ, നമ്മളെ ചിലർ ഉപദ്രവിച്ചതിന്റെ, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചതിന്റെ ഒക്കെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഈ ഓർമ്മകൾ ശാസ്ത്രപരമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, നെഗറ്റീവായിട്ടുള്ള ഓർമ്മകൾ നമ്മളുടെ ജീവിതത്തെ വളരെയധികം ബുദ്ധിമുട്ടിക്കുമെന്നാണ് പറയുക. വേദപുസ്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അലച്ചിലിന്റെ, കഷ്ടതയുടെ ഓർമ്മ കാഞ്ഞിരം പോലെ കൈപ്പേറിയതാണെന്നുള്ളതാണ്. കാഞ്ഞിരം പോലെ എന്ന് പറഞ്ഞാൽ വിഷമാണത്, അത് വിഷമാണ്. അപ്പൊ പഴയ കാലത്തിന്റെ ദുരന്ത ഓർമ്മകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണോ നമ്മൾ കഴിയുന്നത്? പണ്ട് എനിക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്, പണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവോ എന്നൊക്കെയുള്ള ഈ ദുരിതപരമായിട്ടുള്ള ഓർമ്മകൾ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് നടന്നാൽ നല്ല ഓർമ്മകൾ പാടെ ഇല്ലാതാവുകയും അത് നമ്മളെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഏതൊരു കൂട്ടായ്മയിലും പലപ്പോഴും വിള്ളലുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ പാസ്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കലഹിക്കും. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ പറയുന്നത്, നീ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചൊന്നും അധികം ഓർമ്മ വേണ്ട, പരിഗണനയും വേണ്ട, ഓർമ്മിക്കുകയും വേണ്ട, പരിഗണിക്കുകയും വേണ്ട. പക്ഷേ ചിലതുണ്ട്. എന്താണുള്ളതെന്ന് പറയുന്നത്, വിജനമായ പ്രദേശത്ത് പാതകൾ ഉണ്ടാവും, മരുഭൂമിയിൽ അരുവികൾ ഉണ്ടാകും, നദികൾ ഉണ്ടാകുമെന്നാണ്. ഏറ്റവും അസംഭവ്യമായിട്ടുള്ള കാര്യമാണ് പറയുക. എങ്ങനെയാണ് വിജനമായിട്ടുള്ള സ്ഥലത്ത് വഴി ഉണ്ടാകുന്നത്? വഴി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മനുഷ്യർ നടന്നു പോകുന്ന സ്ഥലത്തൂടെ ആ വഴി എപ്പോഴും ഉണ്ടാകുന്നത്. ഒരു വഴി ഉണ്ടാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതാണ് പിന്നെ വലിയ വഴികളായി മാറുന്നത്. അപ്പൊ ജനവാസമില്ലാത്തടത്ത് വഴികൾ ഉണ്ടാവുക അസാധ്യമാണ്, അതുണ്ടാകും. മരുഭൂമിയിൽ നദികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, ഒരിക്കലും വെള്ളമില്ലാത്തൊരു സ്ഥലത്താണ് നദികൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ
അസംഭവ്യമായിട്ടുള്ളതൊക്കെ നിനക്ക് സാധിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. നീ പ്രത്യാശയോടെ മുമ്പോട്ട് പോയാൽ മതി. പാസ്റ്റ് ഈസ് ഓവർ. ദയവേത് നീ നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിക്കരുത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത അത്തരം കാര്യങ്ങൾ മറന്നു കളയാനായിട്ട് നമുക്ക് പറ്റണം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയുകയാണ്, ഓ ഞാൻ പഠിക്കുന്നില്ല, ഞാൻ എത്ര പഠിച്ചാലും മാർക്ക് കിട്ടത്തില്ല, ഞാൻ 6ാം ക്ലാസ്സിലും നല്ലപോലെ പഠിച്ചതാണ്, 7ാം ക്ലാസ്സിലും നല്ലപോലെ പഠിച്ചതാണ്, എനിക്ക് എന്നിട്ട് നല്ല മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ നെഗറ്റീവായിട്ടുള്ള മെമ്മറികളെ എടുത്തു വെച്ച് മുമ്പോട്ടുള്ള കാര്യങ്ങൾ പ്രയാസമാണെന്ന് പറയുക. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കുറച്ച് നമ്മൾ അങ്ങ് മാറ്റി വെച്ചേക്കുക. ഇതൊക്കെ നമ്മൾ ഓർത്തോണ്ടിരുന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ചില ആൾക്കാരുണ്ട്, അവർ കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഓർക്കത്തുള്ളൂ. ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും, പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഈ മെമ്മറി കൂടുതലുള്ളത് സ്ത്രീകൾക്കാണ് കേട്ടോ. ഓർമ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടുതലുള്ളത് സ്ത്രീകൾക്കാണ്. അപ്പൊ അവരിങ്ങനെ പണ്ട് 1995 നടന്നതും 2000 നടന്നതും 2005 നടന്നതും എല്ലാം പല 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 റെക്കോർഡ് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കും. എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ അടുത്ത വീട്ടിലുള്ള ഒരു സ്ത്രീ ഉണ്ട് കേട്ടോ. ആ സ്ത്രീ എന്നോട് പിന്നെ എപ്പോഴും ഇങ്ങനെ ഓരോ സങ്കടങ്ങളൊക്കെ പറയും. എല്ലാം ഇങ്ങനെ പഴയതാണ്. പഴയ 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 വലിയ വലിയ സംഭവങ്ങളൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് ഇങ്ങനെ കരയും. കുറച്ചു നേരമൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കും. അത് കഴിയുമ്പോൾ ഞാൻ പറയും, പോട്ടെ വിട്ടുകളാം, നമ്മളത് കളഞ്ഞേക്കെന്നൊക്കെ പറയും. എന്നും അസുഖമാണ് കേട്ടോ. അപ്പൊ എന്നോടൊരു ദിവസം പറയാണ്, പിന്നെ എൻ്റെ അന്നത്തെ കാലത്ത് എൻ്റെ അമ്മയ്ക്ക് ഇച്ചിരിയെങ്കിലും വിവേകം ഉണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യന്റെ കൂടെ എന്നെ കെട്ടിച്ചയക്കുമായിരുന്നു. അപ്പൊ ഈ പറയുന്ന ആൾക്ക് വയസ്സ് 65 അവരുടെ 2 മക്കളും വിവാഹം കഴിച്ച് അവർക്ക് മക്കളുണ്ട്. ഇപ്പോഴും ഈ സ്ത്രീ പറയുന്നത് എന്താണ്, എൻ്റെ അമ്മയ്ക്ക് ബോധമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ മനുഷ്യന്റെ കൂടെ എന്നെ കെട്ടിച്ചയച്ചു വിട്ടത്. ഏത് മനുഷ്യന്റെ കൂടെ? ഈ ഭർത്താവിന്റെ കൂടെ. അപ്പൊ ഈ പറയുന്ന ഭർത്താവിനെ എനിക്ക് കാണാം, എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം. അദ്ദേഹം എന്ത് ചെയ്യുകയാണെന്നറിയാവോ? ഇവരുടെ നൈറ്റിയും തുണി ഉൾപ്പെടെ കഴുകി അവിടെ വെയിലത്ത് വിരിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ ആ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്, എൻ്റെ അമ്മയ്ക്ക് ബോധമില്ലാതിരുന്നതുകൊണ്ടാണ് ഈ ആളുടെ കൂടെ എന്നെ കെട്ടിച്ചയച്ചു വിട്ടതെന്ന്. മുഴുവൻ പരാതിയാണ്, മുഴുവൻ പരിഭവമാണ്. അപ്പൊ പരാതികളുടെയും പരിഭവങ്ങളുടെയും ഈ കെട്ടുവായിട്ട് കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ചിന്തിച്ച് നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും? അപ്പൊ നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ ദയവായി അനാവശ്യ കാര്യങ്ങളൊക്കെ മറന്നു കളയണം. നമ്മുടെ വീടൊക്കെ സന്തോഷകരമായ ഇടങ്ങളായി മാറണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്കണം. എല്ലാം ഓർത്തിരുന്നാൽ നമുക്ക് ചിലരുടെ ഒന്നും മുഖത്തോട്ട് നോക്കാൻ തോന്നത്തില്ല. അപ്പൊ അങ്ങ് മറന്നു കളഞ്ഞേക്കണം. സത്യം പറഞ്ഞാൽ ക്ഷമ എന്ന വാക്കിന്റെ പ്രായോഗികമായ അർത്ഥം മറക്കുക എന്ന് തന്നെയാണ്. ചില ആൾക്കാർ പറയും, ഞാൻ ക്ഷമിച്ചു കേട്ടോ, പക്ഷെ ഞാൻ മറന്നിട്ടില്ല, ഒരവസരം വരും എന്ന് പറയത്തില്ലേ? അപ്പൊ അത് ക്ഷമയല്ല. ക്ഷമ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും മറന്നേക്കുക. നമ്മെ വേദനിപ്പിച്ച രീതിയിൽ സംസാരിച്ച ആൾ കാണും, നമ്മളെ വിമർശിച്ചിട്ടുള്ളവർ കാണും, നമ്മുടെ കഠിനാധ്വാനത്തെ ഒരിക്കൽ പോലും വിലക്കെടുക്കാത്ത ആൾക്കാർ കാണും. മറന്നേക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ മറവിയാണ് യഥാർത്ഥ പ്രാർത്ഥന പോലും. എല്ലാം മറന്നിട്ട് ദൈവത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പോലും പറയുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്കങ്ങ് മറന്നു കളയാം. അപ്പൊ ആ മറക്കാൻ പറ്റുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിശാലമായിട്ട് മറ്റുള്ളവരെ സ്വീകരിക്കാൻ പറ്റും. ഒരു നല്ല പ്രൊവേർബ് ഉണ്ട്, അതിങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾ ഒരു ശിലയിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ശാപവർത്തമാനങ്ങളും വിമർശനങ്ങളും നിങ്ങൾ ദയവായി മണലിൽ എഴുതുക. എന്താണ് അതിന്റെ അർത്ഥം? നല്ല കാര്യങ്ങളൊക്കെ ശിലയിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതവിടെ നിലനിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ, പോകത്തില്ല. മോശപ്പെട്ട കാര്യങ്ങളൊക്കെ മണലിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഇപ്പം മണലിൽ എഴുതിയാൽ ഇപ്പം മഴ പെയ്താൽ അതങ്ങ് പോകും, അല്ലേ? അത്രയും കാലമേ സൂക്ഷിക്കാവുള്ളൂ, കളഞ്ഞേക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ദയവായി കുറച്ച് കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമ്മളെ വിഷമിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറന്നു കളയുമ്പോഴാണ് കൂട്ടായ്മകൾ ബലമായി മാറുന്നത്, ബലപ്പെടുന്നത്. ചില കാര്യങ്ങൾ അങ്ങ് കളഞ്ഞേക്കണം. അതാണ് ഒരു വ്യക്തിയുടെ ആത്മീയതയുടെ അടിസ്ഥാനം. അല്ലാതെ അവസരം കിട്ടുമ്പോൾ പ്രതികാരത്തിനായി കാത്തു നിൽക്കുന്നതല്ല. അങ്ങനെ മറക്കാൻ ശ്രമിക്കുമ്പോൾ, ചില നല്ല കാര്യങ്ങളൊക്കെ ഓർക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്നറിയാമോ? നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റവും മെച്ചപ്പെടും. ഞാൻ അതിൽ ആദ്യം പറയുന്നത് നമ്മുടെ സംസാരത്തെ കുറിച്ചാണ്. നാം ഉപയോഗിക്കുന്ന, പരസ്പരം ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന വാക്കുകൾ എത്ര വലിയ മുറിപ്പെടുത്തലുകളാണ് ഉണ്ടാക്കുന്നത്.
നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്ന് പലരെ കുറിച്ചും ആലോചിക്കാം. നമ്മൾ ആരോടാ പിണങ്ങിയിരിക്കുന്നത്? കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ആ പിണങ്ങിയിരിക്കുന്ന ആരെങ്കിലും നമ്മളെ കത്തി വെച്ച് കുത്തിയിട്ടുണ്ടോ? കത്തി വേണ്ട, ഒരു സേഫ്റ്റി പിൻ വെച്ചെങ്കിലും കുത്തിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ എന്തിനാ നമ്മൾ അവരോട് പിണങ്ങിയിരിക്കുന്നത്? എന്നാൽ എന്നോടങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെ പറയരുത്. ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചില പരുഷ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചു എന്നതിനാലാണ് നമ്മൾ ഇപ്പോഴും അവരോട് വെറുപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഉള്ളത്. അപ്പോൾ വാക്കുകളിലൂടെ മുറിവേൽപ്പിക്കുന്ന ഒരു ലോകം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് നമുക്കറിയാം, പരസ്പരം ഇങ്ങനെ വാക്കുകൾ കൊണ്ട് കുത്തി 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 നോവിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രവണതയായി മാറിയിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ആത്മീയ ജീവിതമുള്ള ഒരു വ്യക്തിയുടെ ഭാഷ അതെങ്ങനെയാകണം, അതിനെക്കുറിച്ച് ദയവായി നമ്മൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾ പറയുന്നു, നല്ല വർത്തമാനങ്ങൾ പറയുന്ന അധ്യാപകർ ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഇല്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാരും വിചാരിക്കും, ശരിയാ, ഞങ്ങളുടെ കുട്ടിയും പറയുന്നുണ്ട് അവരുടെ പഠിപ്പിക്കുന്ന ടീച്ചറും സാറും ഒക്കെ ഭയങ്കര ഹാർഷാണ് എന്ന് പറയുന്നുണ്ടെന്ന് പറയും. പക്ഷെ കുട്ടികൾ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗമാണ് അമ്മ. ഞങ്ങൾക്ക് ശാന്തതയുള്ള, സൗമ്യതയുള്ള, വാത്സല്യമുള്ള അമ്മമാരെ എവിടെ കാണാൻ കിട്ടും? ഇത് കേട്ടുകേൾവിയാണ്. ഇത് പറയുന്നത് കുട്ടികളാണ്. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കാണുന്ന അമ്മ വേറൊരു വേഷം ധരിച്ചിരിക്കുന്ന അമ്മയാണ്. അതാരാണ് ആ അമ്മ? ഒന്നുകിൽ ജഡ്ജി, അല്ലെങ്കിൽ മിലിറ്ററി ഓഫീസർ, അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ. എടുക്കടാ ബാഗ്, തുറക്കടി പുസ്തകം, പോടി വാടി, ഇങ്ങനെ നമ്മളിങ്ങനെ കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ 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 ഹാർഷായിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. അപ്പൊ അതും കേട്ടാണ് വിദ്യാലയത്തിൽ വരുന്നത്. അവിടെ വരുമ്പം അധ്യാപകർ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. വാ മോനെ വാ, വാ മോളെ ഇരിക്കെ, സുഖമാണോ, അങ്ങനെ ചോദിക്കാനാണോ ഇരിക്കുന്നത്? അവരടുത്തത് അവർ തുടങ്ങും, അല്ലേ? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ശാന്തതയും സൗമ്യതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട്, അല്ലേ? നമ്മളെല്ലാരും പറയാണ് നമുക്ക് ഭയങ്കര ടെൻഷനാണ്, സ്ട്രെസ്സാണ്. കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ കൊച്ചു കുട്ടികളും പറയും ടെൻഷനാണ്. എന്തോന്നാ ടെൻഷൻ? അതറിയത്തില്ല. ടെൻഷനാ, എന്താണെങ്കിലും ടെൻഷനാ. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. ഇപ്പൊ ഇവിടെ ഫോൺ ഇല്ലെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഫോണിൽ ചെയ്യാനായിട്ട് ഞാനൊരു ഹോംവർക്ക് തരാം കേട്ടോ. എല്ലാവരും അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ഫോൺ എടുക്കാറില്ലേ? ഇല്ലേ? തരുവോ? തരത്തില്ലേ? തരത്തില്ലേ? തരും, അല്ലേ? അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ഫോണിൽ നിങ്ങൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ ഫോണിലെ വാട്സപ്പിൽ മെറ്റ എന്ന് നമ്മൾ കാണാറില്ലേ? ആ മെറ്റ എന്നുള്ളിടത്ത് ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു വാക്യം പോയി എഴുതണം കേട്ടോ. ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. ഐ ആം ഡിപ്രസ്ഡ്, ഐ ആം ടയേർഡ്, എനിക്ക് ആകെ വിഷമം തോന്നുന്നു, ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, എനിക്ക് എന്താണോ ഒരു സന്തോഷവുമില്ല. ഏതെങ്കിലും ഒരു വാക്യം നിങ്ങളൊന്ന് എഴുതണം. എന്ത് സംഭവിക്കുമെന്നറിയാവോ? ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ ആ ഫോണിൽ കുറെ മറുപടികൾ വരും. എന്താണ് വരുന്ന മറുപടികൾ? അയ്യോ, എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിഷമമാണോ? ഒരു ദീർഘനിശ്വാസം ഒന്നെടുത്ത്, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച്, നീണ്ടു നിവർന്നൊന്ന് കിടന്നേ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോടൊന്ന് സംസാരിച്ചു നോക്കിക്കേ. എന്നിട്ടും കുറവില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോകണം കേട്ടോ. നിരാശപ്പെടരുത്. ആത്മഹത്യ ചെയ്യാൻ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ ദയവായി ഒന്ന് വിളിക്കൂ. 0921234. ഒരു നമ്പറും തരും. എന്നിട്ട് അവസാനം അത് പറയും, ഐ ആം ഹിയർ ടു ലിസൺ യു, പ്ലീസ് ഷെയർ മോർ. ഞാൻ ഇവിടെ നിന്നെ കേൾക്കാനുണ്ട്, ദയവായി വീണ്ടും വീണ്ടും എന്നോട് പറയൂ. ഇത് പറയുന്നത് ആരാണ്? മനുഷ്യനല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണാണ് പറയുന്നത്. ഒരൊറ്റ വാക്യം നിങ്ങൾ എഴുതിയാൽ മതി, എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നു, അത്രയും പറഞ്ഞാൽ മതി. കാരണം പോലും പറയണ്ട. അന്നേരം നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. വിഷമിക്കരുത്, പ്രയാസപ്പെടരുത്, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്ക്, നീണ്ടു നിവർന്നൊന്ന് കിടക്ക് എന്നൊക്കെ പറയാൻ നമുക്ക് ആരാ ഉള്ളത്?
എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നുവെന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ വീട്ടിൽ പറഞ്ഞാൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വാക്യം നിങ്ങൾക്ക് മറുപടിയായിട്ട് കിട്ടും? ആരെങ്കിലും നിങ്ങളോട് പറയുമോ നീണ്ടു നിവർന്ന് കിടക്കൂന്ന്? അല്ലേ? എനിക്ക് ക്ഷീണമാണ് എന്ന് പറയാൻ അവകാശമേ ഇല്ലാത്തൊരു വിഭാഗമാണ് സ്ത്രീകളെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് വയ്യ എന്ന് പറയാൻ ഏത് സ്ത്രീക്കാണ് ഒരു വീട്ടിൽ സ്വാതന്ത്ര്യമുള്ളത്? എനിക്ക് പനിയാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷൻ വീട്ടിൽ പറഞ്ഞു എന്ന് ധരിക്കുക. പനിയാണെന്നാ പറഞ്ഞത്, പക്ഷെ 5 മിനിറ്റിനുള്ളിൽ അവരെ നമ്മൾ കൊടും കുറ്റവാളിയും കൂടെ ആക്കി മാറ്റും. കാരണം എന്താണ്? ഈ പനി വന്നത് എങ്ങനെയാണെന്നെ സർവ്വ കാര്യകാരണങ്ങളും നമ്മൾ പറയാൻ വീട്ടിലിരിക്കുന്ന ഭാര്യ പറയും. ഈ പനി വന്നതിന്റെ കാര്യകാരണങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് ഈ പനി വരുത്തി വെച്ചതാണെന്ന് സ്ഥാപിക്കാതെ നമ്മൾ മാറത്തില്ല, അല്ലേ? അപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും പരസ്പരം പങ്കുവച്ചാൽ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും അവരെ കുറ്റക്കാരായി മാറ്റുകയാണ്. ഞാൻ എന്റെ വീട്ടിൽ പറയാണ് എനിക്കെന്തോ ഒരു ക്ഷീണം വയ്യാഴിക എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന സെക്കൻഡിൽ തന്നെ എന്റെ ഭർത്താവ് പറയും അയ്യോ അത് വെറും തോന്നലാണ്. വെറും തോന്നലാണെന്നേ പറയത്തുള്ളൂ, അല്ലാതെ നീണ്ടു നിവർന്ന് കിടക്കൂന്ന് പറയൂ? ഒരിക്കലും ഇല്ല, അല്ലേ? കാരണം നമുക്ക് പരസ്പരം ഇങ്ങനെ വയ്യാഴികയാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേൾക്കുന്ന ഒന്നും അത്ര ഇഷ്ടമല്ല. നമുക്കത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ പറയുന്നത് തോന്നലാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ എപ്പോഴും ആരോഗ്യമുള്ള ആൾക്കാരായിട്ട് നടക്കുകയാണെന്നാണ് എല്ലാവരുടെയും ധാരണ. അങ്ങനെ ആയിരിക്കണമെന്ന്. അപ്പൊ ഒരു മെഷീൻ പോലും ഇത്ര സന്തോഷത്തോടെ നമ്മെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യരായ നമ്മൾ പരസ്പരം നമ്മുടെ സംസാരത്തിൽ സൂക്ഷിക്കേണ്ടതല്ലേ? വേണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകമാണ്, ടെക്നോളജിയുടെ ലോകമാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനെ തോപ്പിക്കാനായിട്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഇതിനെ ഒന്ന് തോപ്പിക്കുന്ന രീതിയിൽ നമുക്കിത്തിരി കൂടി മാന്യമായി പരസ്പരം സംസാരിക്കാൻ പറ്റണം. നമ്മുടെ അടുത്തൊരാൾ പറയുമ്പോൾ അതൊന്ന് ഉൾക്കൊണ്ട് ആ ആളെ ശാന്തമാക്കാനും സൗമ്യമാക്കാനും പറ്റുന്ന വാക്കുകൾ നമുക്കുണ്ടാവണം. അതാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. നീ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ തിന്മയുടെ വാക്കുകൾ ദയവായി പറയരുത്. ഒരാൾക്ക് ആത്മീയ ചൈതന്യം കൊടുത്ത് ഉന്നതിയിലേക്ക് നയിക്കുന്ന വാക്കുകൾ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കണം എന്ന് വേദപുസ്തകം നമ്മോട് പറയുകയാണ്. നമ്മുടെ വാക്കുകൾ കേട്ട് ഒരാൾ ചൈതന്യമുള്ള ആളായിട്ട് മാറണം. ആളുടെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകരുത്. ഔന്നത്യത്തിലേക്ക് അയാളെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ എന്നറിയോ? ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പടിയും കൂടെ മുമ്പോട്ട് മേലോട്ട് കൊണ്ടുവരണം. മാനസികമായിട്ട് തകർന്നായിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ശാസ്ത്രീയ ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി, അല്ലേ? എന്താ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ? എന്റെ കൈ ഒരു വശം അങ്ങ് തളർന്നുപോയി. അപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഈ തളർന്ന കൈ ഇങ്ങനെ കിടന്നോട്ട് ഇനി മറ്റേ കൈ തളരാതെ നോക്കാവുന്നതാണോ? മറ്റേ കൈ വെച്ചാണോ എക്സർസൈസ്? അല്ല. ഈ തളർന്ന കൈ വീണ്ടും വീണ്ടും ഉയർത്താൻ വേണ്ടി എന്റെ കൈ പിടിച്ച് എക്സർസൈസ് ചെയ്യിപ്പിക്കും. അപ്പോൾ നിന്റെ വാക്കുകൾ ആത്മീയ ചൈതന്യത്താൽ മറ്റൊരാളെ ഉന്നതിയിലേക്ക് നയിക്കണമെന്ന് പറഞ്ഞാൽ നിന്റെ വാക്കുകൾക്ക് ഒരു തെറാപ്യൂട്ടിക് ഇഫക്റ്റ് ഉണ്ടാവണം. മൈൻഡ് തെറാപ്പിയാണത്. നിന്റെ വാക്കു കേൾക്കുമ്പോൾ തളർന്നിരിക്കുന്ന ആൾക്ക് ഒരു ഉന്നതി ഉണ്ടാവണമെന്ന് ഉണരണം, ഒരു ഉന്മേഷം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കൊച്ചു ജീവിതത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാണ്. നമുക്ക് എത്ര പേർക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും? എല്ലാവരെയും വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുത്ത് നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുമോ? എല്ലാവർക്കും വസ്ത്രം കൊടുക്കാൻ പറ്റുമോ? നമുക്ക് അത്ര തികച്ചിലൊന്നും ഉള്ളവരല്ലല്ലോ. നമ്മൾ എല്ലാവരും പലതരത്തിൽ ദരിദ്രരല്ലേ? നമുക്ക് ഈ ഭൂമിയിൽ സംസാരശേഷി ഉള്ളിടത്തോളം കാലം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ ഇത് മാത്രമാണ്. നിന്റെ മുൻപിലുള്ള ഒരു വ്യക്തിക്ക് ഉണർവിന് പറ്റുന്ന വാക്കുകൾ ദയവായി അവരോട് സംസാരിക്കുക. ചില നേരം തോന്നും 2 തെറിയൊക്കെ പറയണോ. അപ്പോൾ ഒരു ആത്മസംയമനമൊക്കെ പാലിച്ച് നല്ല വാക്കുകളിലൂടെ അവരെ ഉണർത്താനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു സംഘടനയുടെയും കൂട്ടായ്മയുടെയും അർത്ഥം അതാണ്. നമ്മളിലൂടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഔന്നത്യത്തിലേക്ക് നയിക്കാൻ സഹായകരമാണ്. നമ്മളിപ്പോ ഓരോരുത്തരുടെയും വാക്കുകൾ നമ്മൾ ഈ ഏതാനും ദിവസങ്ങളായിട്ടൊക്കെ ഏതെല്ലാം തരത്തിലുള്ള നേതാക്കന്മാരുടെ ഡയലോഗുകളാണ് കേൾക്കുന്നത്. പലതും കേൾക്കുമ്പോൾ നമുക്ക് ആത്മരോഷമാണ് ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തീരുമാനിക്കേണ്ട എന്താണ്? നമ്മുടെ ദൗത്യം അതല്ല.
നമ്മൾ വീട്ടിലായിരിക്കുന്ന ഒരു വ്യക്തി ആ വീട്ടിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ചൈതന്യം ഉണ്ടാവണം. പൊതു ഇടങ്ങളിലാണെങ്കിൽ അവിടെ ഒരു ചൈതന്യം ഉണ്ടാകണം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷ്മതയോടെ ഉപയോഗിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിന്റെ ഹൃദയത്തിന്റെ നിക്ഷേപത്തിൽ നിന്നാണ് നീ സംസാരിക്കുന്നതെന്നാ പറയുന്നത്, അല്ലേ? ഇപ്പൊ ഹൃദയത്തിന്റെ നിക്ഷേപം ഉണ്ടെങ്കിലല്ലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ആ നിക്ഷേപം എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് നല്ല നിക്ഷേപം ഉണ്ടാവണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ദേവാലയത്തിൽ ഇപ്പൊ ഇവിടെ വന്നു പല ചടങ്ങുകളിൽ പങ്കെടുക്കുന്നെന്ന് പറയുമ്പോൾ പലതും കേൾക്കുന്നത് എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ നിക്ഷേപമാക്കി മാറ്റണം. ഏറ്റവും നല്ല ഉദാത്തമായ നിക്ഷേപം നമുക്ക് നൽകുന്നത് വേദപുസ്തകമാണ്. ഇവിടെ ഇരിക്കുന്ന വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വിശ്രമം ഉള്ള ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഓരോ തരം പരിശ്രമങ്ങളിലാണ്. എങ്കിലും ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സ്ത്രീകളോടും എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദയവായി നിങ്ങളൊരു ദിവസം ആരംഭിക്കുമ്പോൾ നിങ്ങളൊരു വേദപുസ്തകം വായിച്ചിട്ട് ഏതെങ്കിലും 2 വരി ഒരു ബുക്കിൽ ഒരു കടലാസിൽ പേന എടുത്ത് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതായിരിക്കും. എന്റെ പഠിച്ച കാലം മറന്നു, എഴുതിയ കാലം മറന്നു, അങ്ങനെ മാഞ്ഞുപോയ കാലങ്ങളൊന്നും ആർക്കുമില്ല. നമുക്ക് നമ്മുടേതായ ഒരു സമയമുണ്ടാവണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അടുക്കളയിൽ കിടന്ന് പാത്രം കഴുകി വെച്ചും വിളമ്പിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലേ നമ്മള്. നമുക്ക് നമ്മുടെ ആത്മവിശ്വാസത്തെ ഉയർത്താനും ആത്മബലത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാനുമുള്ള ഏറ്റവും നല്ല ഔഷധമാണിത്. നമുക്ക് എഴുതാൻ നമ്മുടെ കൈകൾ എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മുടെ കുട്ടികളുടെ പേനായും കുട്ടികളുടെ ബുക്കും ഒക്കെ അവിടെ ഇല്ലേ? ഒരു 5 മിനിറ്റ് വേണ്ട, 3 മിനിറ്റ് മതി. നിങ്ങൾ വായിച്ച വേദപുസ്തകത്തിലെ 2 ലൈൻ ആ ബുക്കിൽ ഒന്ന് കടലാസിൽ കുറിച്ചു നോക്കുക. ആ എഴുതുന്നതിലൂടെ, എന്തുകൊണ്ടാണ് എഴുതാൻ പറയുന്നത്? വായിക്കുന്നത് ഒരു തവണ എഴുതുന്നതോടെ ചെയ്യുമ്പോൾ ഹൃദയസ്ഥമാകുമെന്ന് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമായി മാറും. നിങ്ങൾക്കന്ന് വൈകുന്നിടം വരെ ഊർജമുണ്ടാകും. അപ്പൊ അതൊരു ഹൃദയ നിക്ഷേപമായി മാറും. നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നും, നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പ് തോന്നും. വെറുതെ അല്ല ഒരു ദിവസം എന്നുള്ളത്. അതുകൊണ്ട് ദയവായി നല്ല നിക്ഷേപങ്ങൾ ഉള്ളവരായി മാറുക. അല്ലാതെ നമ്മൾ അതും വൃത്തികേടുകൾ കേട്ടാൽ അത് നമ്മുടെ നിക്ഷേപമായിട്ട് മാറും. ആ ഹൃദയ നിക്ഷേപം നമ്മെ മുമ്പോട്ട് നയിക്കാനായിട്ട് പ്രേരിപ്പിക്കും. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന നമ്മുടെ 2 ഏറ്റവും പ്രധാനപ്പെട്ട റോൾസ് ഉണ്ട്, അല്ലേ? നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് കേൾക്കുന്ന 2 റോളാണ്. നീ ലോകത്തിന്റെ പ്രകാശം, വെളിച്ചമാകുന്നു, അല്ലെ? ഭൂമിയുടെ ഉപ്പാകുന്നു. ഇത് 2 കേട്ട് 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 മടുത്തവരാണ് നമ്മൾ. ഞാൻ ഇത് 2 ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾക്ക്, അവർക്ക് ഏത് തരത്തിലാണ് ഇതിനെക്കുറിച്ച് അറിവുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് 2 അറിയാമെങ്കിൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമായി മാറും. പ്രകാശമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രകാശത്തെ കുറിച്ച് സയൻസിൽ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞ് ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്നില്ലേ? ആ ലൈറ്റിനെ കുറിച്ച് എന്തറിയാം? ആർക്കെങ്കിലും ഒരു സെന്റൻസ് പറയാമോ? വാട്ട് ഈസ് ലൈറ്റ്? പ്രകാശത്തെ കുറിച്ച് എന്തറിയാം? എന്തറിയാം? പറയൂ, ധൈര്യമായിട്ട് പറ. എന്ത് പേടിക്കാൻ? പ്രകാശത്തെ കുറിച്ച് എന്തെങ്കിലും എന്താ മോനെ? രാത്രിയിൽ വെളിച്ചം തരും പ്രകാശം. പകല് പിന്നാരാ വെളിച്ചം തരുന്നത്? സൂര്യൻ. അതും വെളിച്ചമാണല്ലേ? വെരി ഗുഡ്. അവനൊരു സെന്റൻസ്. മോന്റെ പേരെന്താ മോനെ? ആൽബിൻ. ആ, ഇത്രയും പേരിരിക്കുമ്പം ആരെങ്കിലും ഒന്ന് പറയാവോന്ന് ചോദിക്കുമ്പം പറയാൻ കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. അത് പൂർണ്ണമായും ശരിയാണോ തെറ്റാണോ എന്നുള്ള പ്രശ്നം, ഒരു ആത്മവിശ്വാസത്തിന്റെ അടയാളമാണല്ലേ? അപ്പൊ ആൽബിന് അത്രയും പറയാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. ആൽബിന് നമുക്കൊരു കയ്യടി കൊടുക്കണ്ടേ? ആ, കയ്യടി. ഇനിയും പറഞ്ഞേ, പ്രകാശത്തെ കുറിച്ച് എന്തറിയാം? പറയൂ. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടല്ലേ? പ്രകാശം ഒരു പിന്നെന്തറിയാം? പറഞ്ഞു. ലൈറ്റിനെ കുറിച്ച് നമ്മളിപ്പം എന്താണ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് കേട്ടിട്ടൊന്ന് പറയണേ. ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ പകുതി വെള്ളമുണ്ട്. ആ പകുതി വെള്ളത്തിലാക്കി വെച്ചിരിക്കുന്ന ഒരു പെൻസിൽ നമ്മളിങ്ങനെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ആ പെൻസിൽ വളഞ്ഞു കാണപ്പെടുന്നു. പുസ്തകത്തിൽ പടം വരെ കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? ഈ പെൻസിൽ വളഞ്ഞു കാണപ്പെടുന്നതിന് കാരണം എന്താണ്? എക്സലന്റ് റിഫ്രാക്ഷൻ ആണ്. പഠിച്ചിട്ടുണ്ട് നമ്മളല്ലേ? അങ്ങനെ പ്രകാശത്തെ കുറിച്ച് നമ്മൾ എന്തെല്ലാം പഠിച്ചിരിക്കുന്നു? റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ, സ്കാറ്ററിംഗ്, അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ? പ്രകാശം ഉണ്ടെങ്കിലേ നമുക്കെല്ലാം കാണാൻ പറ്റത്തുള്ളൂ,
അല്ലേ? പ്രകാശം എങ്ങനെയാ സഞ്ചരിക്കുന്നതെന്നാ പഠിച്ചിട്ടുള്ളത്? സ്ട്രെയിറ്റ് ലൈനാണ്. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒന്നാണ് പ്രകാശം. വളഞ്ഞ വഴി കൂടൊന്നും പോകരുത്. ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, വളർന്നു വരുന്ന കാലത്ത് എന്തുമാത്രം വളഞ്ഞ വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളതെന്ന് അറിയാവോ? നേർവഴികളെക്കാൾ കൂടുതൽ ആകർഷകമായ വളഞ്ഞ വഴികളുണ്ട്. ഒരുപാട് ഇല്യൂമിനേഷൻ ഒക്കെ വെച്ചതാണ്. നമുക്ക് തോന്നും ആ വഴി അങ്ങ് പോകാം. അപ്പൊ നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞാൽ നേർവഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് തീരുമാനമെടുത്തവരായിരിക്കണം. പ്രകാശത്തിന്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് പഠിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാവോ? പ്രകാശത്തിന്റെ അകത്ത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. അതിന്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും പറയാവോ? അറിയാവോ? ഫോട്ടോൺസ്. കേട്ടോ, ഫോട്ടോൺ എന്ന് പറഞ്ഞ എനർജിയാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ എനർജിയാണ്, ഊർജം. അപ്പോൾ നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഊർജമുള്ളവരായിരിക്കണം. നിങ്ങളുടെ ഊർജം വറ്റി വരണ്ടു പോകരുത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ നിങ്ങൾ മുമ്പോട്ട് പോകും. അപ്പം മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ഊർജം ചോർന്നു പോയി നഷ്ടപ്പെട്ടു പോകരുത്. ഊർജസ്വലതയോടെ മുമ്പോട്ട് പോകുന്നവരായിരിക്കണം. പ്രകാശത്തെ ആർക്കെങ്കിലും തടഞ്ഞു വെക്കാൻ പറ്റുമോ? ഈ സൂര്യന്റെ പ്രകാശം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്തെല്ലാം തടസ്സമുണ്ട്, എന്നിട്ട് ഇവിടെ വരെ വരുന്നില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ മുമ്പോട്ട് പോകണം, നമ്മുടെ ലക്ഷ്യത്തിൽ എത്തണം, അല്ലേ? ഈ തടസ്സങ്ങളിലൊക്കെ ഈ പ്രകാശം വന്ന് പറ്റുമ്പോ വീഴുമ്പോ എന്ത് സംഭവിക്കും? മഴവില്ല് കണ്ടിട്ടില്ലേ? എന്ത് മനോഹരമാണല്ലേ മഴവില്ല്. നമ്മൾ കാണുന്ന ആകാശത്തിന്റെ പല നിറങ്ങൾ, കടലിന്റെ മനോഹാരിത, പല നിറങ്ങൾ, ഇവയെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്രകാശം അന്തരീക്ഷത്തിലെ പല തടസ്സങ്ങളിലും തട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ്. അപ്പൊ ഒരു തടസ്സങ്ങളിലും തട്ടി തിരിച്ചു പോകുന്നതല്ല പ്രകാശം, അത് പല മനോഹര വർണ്ണങ്ങളായി രൂപപ്പെടുകയാണ്. അപ്പോൾ നീ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിനക്ക് തടസ്സമൊക്കെ വരും. ആ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ നീ മഴവില്ല് പോലെ ശോഭിക്കണം, തിരിച്ചു പോകരുത് എന്നാണ്. നീ കൂടുതൽ ശോഭയോടുകൂടി മുമ്പോട്ട് പോകണമെന്നാണ്. നമ്മൾ മഴയത്തും വെയിലത്തും ഒക്കെ കുട പിടിക്കത്തില്ലേ? വെയിലത്ത് കുട പിടിക്കത്തില്ലേ? ആ വെയിലത്ത് എന്തുകൊണ്ടാണ് നമ്മളിപ്പം പല നിറമുള്ള കുടയൊക്കെ ഉണ്ടെങ്കിലും ആദ്യകാലം മുതൽ കുടയുടെ ഒരു പൊതുവായ നിറം എന്താണ്? ഏതാ? കറുപ്പാണ്. എന്തുകൊണ്ടാ കുടയുടെ നിറം കറുപ്പായിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ശാസ്ത്രമുണ്ടോ അതിൻ്റെ അകത്ത്? എന്താണ്? പറഞ്ഞോ മോനെ. അത് ചൂടാവും, മഴവെള്ളം കയറാതിരിക്കാൻ. അപ്പൊ മഴയില്ലെങ്കിൽ നമുക്ക് വെയിലത്ത് അതും പിടിച്ച് നടക്കാം. മഴ വിട്ടാൽ വെയിൽ കയറാതിരിക്കാൻ, അല്ലേ? ആ ചൂട് ഏറ്റവും കൂടുതൽ, സൂര്യപ്രകാശത്തെ കൂടുതൽ ആഗിരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ്. മനസ്സിലായി? അബ്സോർബ്. അപ്പൊ ചില സ്ഥലങ്ങളിൽ പ്രകാശം അബ്സോർബ് ചെയ്യപ്പെടും, പക്ഷെ മുഴുവൻ അബ്സോർബ് ചെയ്തങ്ങ് പോവല്ല. രാവിലെ കണ്ണാടി നോക്കിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ? കണ്ണാടി നോക്കത്തില്ലേ എല്ലാരും? ആ കണ്ണാടി നോക്കുമ്പോ എങ്ങനെയാ നമ്മുടെ മുഖം കാണുന്നത്? പ്രകാശം ഇങ്ങോട്ട് പ്രതിഫലിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ പ്രകാശത്തെ ആഗിരണം ചെയ്യപ്പെടും, പ്രകാശം പ്രതിഫലനം ചെയ്യപ്പെടും. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രകാശം അതിന്റെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് നീ പോകുന്ന വഴികളിലൊക്കെ പലതരത്തിലുള്ള കർമ്മങ്ങൾ നിനക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. എവിടെ പ്രതിഫലിക്കണം, എവിടെ ആഗിരണം ചെയ്യണം, അതൊക്കെ നീ മനസ്സിലാക്കണം. നീ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെളിച്ചമായി മുമ്പോട്ട് പോകണമെന്നുള്ളതാണ്. സ്ത്രീകളായിരിക്കുന്ന നമുക്ക് വളരെ പണ്ട് മുതലേ കേട്ട് പരിചയമുള്ള ഒരു പ്രയോഗമാണ് സ്ത്രീ കുടുംബത്തിന്റെ വിളക്കാണെന്നല്ലേ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ്. അപ്പൊ വിളക്കാകരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് വിളക്കാകരുതെന്ന് പറയാൻ കാരണം? ഇവിടെ ഒരു വിളക്കിരിപ്പുണ്ട്. വിളക്കെന്ന് പറഞ്ഞാൽ ഒരു വസ്തുവാണ്. വിളക്കൊരു വസ്തുവാണ്. വിളക്ക് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? കത്തിക്കേണ്ട നേരത്ത് മാത്രം അത് എവിടെയെങ്കിലും എടുത്തു വെക്കും, ഒരു തിരി വെച്ച് കത്തിക്കും. ചില കഴിയുമ്പോൾ അത് ഊതിക്കെടുത്തും. ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാ വിളക്ക്. അപ്പൊ സ്ത്രീ കുടുംബത്തിന്റെ വിളക്കാന്ന് പറഞ്ഞാൽ അർത്ഥം വളരെ ശരിയാണ്. ഏതാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വസ്തുവാണ് സ്ത്രീ, അല്ലേ? നമുക്ക് വീട്ടിൽ കഞ്ഞിക്കറിയും വെക്കാൻ സ്ത്രീയെ കൊള്ളാം, മക്കളെ വളർത്താൻ സ്ത്രീയെ കൊള്ളാം, വേണ്ട അത്യാവശ്യ ജോലികൾക്കൊക്കെ സ്ത്രീയെ കൊള്ളാം, ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അതാണ് വിളക്കെന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. കുറച്ച് കഴിയുമ്പോൾ വിളക്കണഞ്ഞു പോകും, എണ്ണയില്ലേ വിളക്കണഞ്ഞു പോകും. പക്ഷെ വെളിച്ചത്തെ അണയ്ക്കാൻ സാധ്യമാണോ? അല്ല, വെളിച്ചത്തെ ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അപ്പൊ നീ ലോകത്തിന്റെ പ്രകാശമാണെന്നുള്ളത് മറക്കരുത്.
നീ ഊർജമാണ്. നിന്റെ ഊർജം കൈമോശം വരാതിരിക്കാൻ ശാരീരികപരമായ ഊർജത്തിനൊക്കെ ചിലപ്പം കേടുപാടുകൾ സംഭവിക്കും. പക്ഷേ നിന്റെ മനസ്സിന്റെ ഊർജം ദയവായി നീ നഷ്ടപ്പെടുത്തി കളയരുത്. നീ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞാലോ? ഉപ്പ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഉപ്പ് കറിക്കകത്ത് ഉപയോഗിക്കും അല്ലേ? എന്തിനാ കറിക്ക് ഉപയോഗിക്കുന്നത്? ടേസ്റ്റ് കിട്ടാൻ അല്ലേ? ആൺപിള്ളേർക്ക് ഏതായാലും അറിയാവുന്നു, നല്ല കാര്യമാണ്. അങ്ങനെ ഒരു സംസ്കാരം നമുക്കുണ്ടാകണം. ഉപ്പിന്റെ ഗുണമൊക്കെ ആൺകുട്ടികൾ പഠിക്കട്ടെ അല്ലേ? എത്ര ഉപ്പിടണമെന്ന് അറിയാം ഒരു കറിക്കകത്ത്? അറിയാവോ? 2 സ്പൂൺ. എല്ലാ കറിക്കും 2 സ്പൂൺ പോരാ കേട്ടോ. ഇനി ഏത് കറി വെക്കുമ്പോഴും അമ്മ എത്രമാത്രം ഉപ്പാ ഇടുന്നതും കൂടെ പോയി കണ്ടു പഠിക്കണം കേട്ടോ. അപ്പോ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചാലും ഉപ്പില്ലെങ്കിൽ അതിന് രുചി പൂർണ്ണമാകുന്നില്ല. നീ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു സാധനത്തിൽ ഉപ്പ് കാണാൻ പറ്റും? ഒരിക്കലും ഇല്ല. നിന്റെ സാന്നിധ്യം കൊണ്ട് അവിടെ ഉണ്ടാകേണ്ട ഫ്ലേവറുകളൊക്കെ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് സംഘടനകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഞാൻ ഒരുപാട് സംഘടനാ പ്രവർത്തകരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. ചിലപ്പോൾ ഇവർ തമ്മിലുള്ള അടിയും ഗുസ്തിയൊക്കെ കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഫ്ലക്സ് അടിച്ചപ്പോൾ അവൻ്റെ പടം മേളി വെച്ചു, എൻ്റെ പടം താഴെ വെച്ചു. നോട്ടീസ് അടിച്ചപ്പോൾ എൻ്റെ പേര് അടിച്ചില്ല, അവൻ്റെ പേര് മേളി വെച്ചു. എൻ്റെ പേര് പ്രോഗ്രാമിൽ ഇല്ലല്ലോ. പിന്നെ മുട്ടൻ അലമ്പാണ്. അപ്പൊ നീ ഉപ്പാണെന്ന് പറഞ്ഞാൽ നിനക്ക് വിസിബിലിറ്റി ഒന്നും ഇല്ലെങ്കിലും നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. നിന്റെ പേരടിച്ച ഒരു ഫ്ലെക്സോ നിന്റെ പടം അടിച്ച ഫ്ലെക്സോ ഒന്നും ഉണ്ടാകണമെന്നില്ല. നിന്റെ പ്രസൻസിലൂടെ നിനക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന രുചി ഉണ്ടാക്കാൻ പറ്റണം അല്ലേ? ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കെല്ലാം അറിയാം, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട പിതാക്കന്മാർക്കും അറിയാം. ഇന്നോളം ആരെങ്കിലും നമ്മുടെ പടം അടിച്ച് എവിടെങ്കിലും നമ്മളെ പുകഴ്ത്തിയിട്ടുണ്ടോ? നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുടുംബത്തിന് വേണ്ടി ഈ ജീവിതം മുഴുവൻ അധ്വാനിച്ചവരല്ലേ? എന്നിട്ട് ആരെങ്കിലും ഒരു പടം നമ്മുടേത് എവിടെങ്കിലും വെച്ചിട്ടുണ്ട്? ഇല്ല. പക്ഷെ എല്ലാരും ഇനിയും കാത്തിരിക്കുവോ ഒരു ദിവസത്തിന് വേണ്ടി? എന്നാണത് അല്ലേ? എല്ലാ മുക്കിനും മൂലയിലും നമ്മുടെ പടം അടിച്ചു വെക്കും. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. അപ്പൊ ജീവനുള്ളപ്പം നമുക്ക് വേണ്ട അംഗീകാരവും ആദരവും സ്നേഹവും ഒക്കെ നമുക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞിട്ടുണ്ട്, മരിക്കുമ്പോൾ ദയവായി 1000 റോസാപ്പൂക്കളുടെ റീത്തുമായി നീ എന്റെ അടുത്തേക്ക് വരരുതേ, ജീവനോടെ ഒരു റോസാപ്പൂവിന്റെ ഇതളെങ്കിലും എനിക്കായി നൽകൂ എന്ന്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്നേഹിക്കണം, മനസ്സിലാക്കണമെന്നുള്ളത്. അപ്പൊ ഉപ്പാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പുള്ളിയാകണം എന്നുള്ളതല്ല. ഒരു കറിക്കകത്ത് ഉപ്പ് മോളി പൊങ്ങി കിടപ്പില്ല അല്ലേ? വലിയ പുള്ളിയായിട്ട് കാണുന്നില്ല. നമ്മളെ പ്രത്യക്ഷതയില്ലെങ്കിലും നമ്മൾ അതിന്റെ രുചി കൊടുക്കേണ്ടതായിട്ടുണ്ട്. 2, ഉപ്പിന്റെ വേറെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പെൺകുട്ടികൾ പറഞ്ഞേ. ഉപ്പ് രുചിക്ക് മാത്രമാണോ ഉപയോഗിക്കുന്നത്? ഉപ്പ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞേ? എന്നാ പറഞ്ഞേ? അയഡിൻ ആണോ? അവര് പരസ്യമൊക്കെ കണ്ട് പഠിച്ചിരിക്കുവാണ്, അയഡിനുള്ള ഉപ്പ് ഉപയോഗിക്കൂ എന്നല്ലേ? എന്താണ്? നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളിവിടെ ഇപ്പൊ ആരെങ്കിലും ഒരാൾ തല കറങ്ങി നമ്മളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നാല് ആദ്യം തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കുന്ന ഒന്നാണ് സോഡിയം. ഉപ്പിന്റെ രാസനാമം എന്താണ്? വാട്ട് ഈസ് കെമിക്കലി ഉപ്പ്? സോഡിയം ക്ലോറൈഡ് അല്ലേ? സോഡിയം കുറഞ്ഞു പോയാൽ ബ്രെയിൻ സിഗ്നൽ മുഴുവൻ പോകും, ബ്രെയിൻ അടിച്ചു പോകും. അപ്പൊ അതുകൊണ്ടാണ് സോഡിയം ക്ലോറൈഡ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് വേണം, ആവശ്യത്തിന് അധികമാകരുതെന്നേ ഉള്ളൂ. അപ്പൊ ഉപ്പ് ശരീരത്തിന്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിലനിൽപ്പിനും ആരോഗ്യത്തിനും നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ എല്ലായിടത്തും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും പറയും ഉപ്പിന്റെ ഉപയോഗം, പെട്ടെന്ന് പറയും. ഉപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതെല്ലാം ആൺപിള്ളാരാ പറഞ്ഞ കേട്ടോ. അയ്യോ, പെൺപിള്ളാരെല്ലാം ഉപ്പ് മറന്നുപോയോ? ഉപ്പിന്റെ എന്തെങ്കിലും ഉപയോഗം പറയൂ. ഉപ്പിലിട്ടത് കഴിക്കാറില്ലേ? ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക കഴിച്ചിട്ടുണ്ടോ? അതെങ്ങനെ ഉപ്പിലിട്ട് വെക്കുന്നത്? എന്തുകൊണ്ടാ ഉപ്പിലിട്ട് വെക്കുന്നത്? ഉപ്പൊരു പ്രിസർവേറ്റീവ് ആണ്. ഒരു മാങ്ങ അത് പക്വത എത്തി പാകമായി അത് പഴുത്ത് എതുവഴി വേണേലും പോകാമായിരുന്നു. പക്ഷെ ആ മാങ്ങയെ ദീർഘകാലം നിലനിർത്താൻ വേണ്ടി അത് ഉപ്പിലിട്ട് വെക്കുവാണ്. എന്ന് പറഞ്ഞാൽ അത് ക്ഷയിച്ചു പോകാതെ അതിനെ ദീർഘകാലം നിലനിർത്താനായിട്ടുള്ള ശേഷി കൊടുക്കുന്ന സാധനമാണ് ഉപ്പ്. എന്ന് വെച്ചാൽ എന്റെ കൂടെയുള്ള പലർക്കും പല സാഹചര്യങ്ങളിലും തീർന്നു പോകാവുന്ന, നഷ്ടപ്പെടാവുന്ന, നശിച്ചു പോകാവുന്ന സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ എനിക്ക് എങ്ങനെ ഒരു കൈ പിടിച്ച് ഒന്ന് നിലനിർത്താൻ പറ്റും? നീ ഭൂമിയുടെ ഉപ്പാണെങ്കിൽ കുറച്ചു കാലം കൂടി ആളെ ഒന്ന് ചേർത്ത് നിർത്താൻ പറ്റും. തകർച്ച സംഭവിച്ച വ്യക്തിയായിരിക്കും, ഭദ്രമല്ലാത്ത ജീവിതമായിരിക്കും, നിരാശപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ആളായിരിക്കും. കുറച്ചു കാലം കൂടെ എനിക്കൊന്ന് ചേർത്ത് നിർത്തിയാൽ, ആ ആളെ ഒന്ന് കൈപിടിച്ച് നിർത്താൻ പറ്റിയാൽ നീ ഭൂമിയുടെ ഉപ്പായി മാറും.
ഒരു സംശയവും ഇല്ല. ഇനി എന്താണ് ഉപ്പിന്റെ ഉപയോഗം? എന്താണ് മോളെ? കേട്ടില്ല. വളം, അങ്ങനെയാണ് പറഞ്ഞത്. വളമായിട്ട് ഉപയോഗിക്കാം. ഔഷധ ഗുണമുണ്ട്. ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു ഇച്ചിങ് ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരല്പം ഉപ്പൊക്കെ തൂത്താൽ മതി. ചില സ്ഥലത്ത് സ്വെല്ലിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും ഒരു ഉപ്പ് വെള്ളത്തിലൊന്ന് പിടിച്ചെന്നൊക്കെ പറയുമ്പം അത് ഒരു ഔഷധ ഗുണമുള്ള ഒന്നായിട്ട് മാറുകയാണ്. അപ്പോൾ നിങ്ങൾ ഔഷധമാണ്. ഉപ്പ് ചൊറിച്ചിലുള്ളിടത്ത് തേക്കാവെന്ന് പറഞ്ഞാൽ നീ കാരണം ഒരാൾക്ക് ചൊറിച്ചിൽ ഉണ്ടാകരുത്. മറ്റുള്ളവരുടെ ചൊറിച്ചിലുകൾക്കൊക്കെ നീ ഔഷധമായി മാറേണ്ടതാണ് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ നിലനിൽപ്പിന് വേണ്ടി നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിന്റെ ഊർജം കൈമോശം വരാതെ നീ മറ്റുള്ളവരെ ചേർത്ത് നിർത്തി അവർക്ക് നിലനിൽപ്പിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ഔഷധമായി നീ മാറുകയും നിന്റെ തന്നെ പ്രാധാന്യം നീ മറന്നു കളയുകയും ചെയ്യുമ്പോൾ നിനക്ക് ഭൂമിയുടെ പ്രകാശവും ഉപ്പുമായി മാറാൻ സാധിക്കുമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ ഏതൊരു കൂട്ടായ്മയിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എനിക്കിതിലൂടെ എന്ത് നേട്ടം കിട്ടുമെന്ന് ചിന്തിക്കാതെ ഞാൻ മറ്റുള്ളവരോട് കൂടെ ചേർന്ന് നിന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രകാശവും ഉപ്പുമായി മാറുമ്പോൾ ജീവിതം അർത്ഥപൂർണമായി മാറുകയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങളെ ഞാൻ ഒന്നുകൂടി സംഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞത്, ദയവായി നാം എന്തായിരിക്കുന്നുവോ അതിന്റെ അടിസ്ഥാന വേരുകൾ മറന്നു കളയരുത്. 2, നാം കാണുന്ന മുഴുവൻ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുവകകളോട്, മനുഷ്യരോടൊക്കെ തികഞ്ഞ ആദരവും നന്ദിയും ഉള്ളവരായിരിക്കും. തികഞ്ഞ ആദരവുണ്ടാവണം. ബഹുമാനിക്കാൻ പഠിക്കണം. ആദരവോടെ കാണണം. 3, നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചങ്ങ് മറന്നു കളയണം. ഫോർഗെറ്റ് ആൻഡ് ഫോർഗിവ്, മറന്നു കളഞ്ഞേക്കണം. 4, സംസാര ഭാഷയിൽ കുറച്ചുകൂടി ഒരു മാന്യത പാലിക്കണം. കുറച്ചുകൂടി നമ്മൾ ശാന്തമാകണം. വല്ലതുമൊക്കെ വിളിച്ചു പറയണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് 2 മിനിറ്റ് നിശബ്ദത പാലിക്കണം. അല്ലെ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചാൽ മതി കേട്ടോ. ആ നേരത്ത് കുറെ വൃത്തികേടെല്ലാം അതിൽ കൂടെ അലിഞ്ഞു പൊക്കോളൂ. വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ, അതില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാലും സംഭവിക്കുന്ന അടുത്ത തലമുറ വഷളായി പോകും. സ്കൂളിലെ മുഴുവൻ അധ്യാപകരും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചത് കോവിഡ് കാലം കഴിഞ്ഞ് വിദ്യാലയത്തിലേക്ക് വന്നപ്പോഴാണ്. 6-7 മാസക്കാലം അവർക്ക് ഈ ഭാഷ മുഴുവൻ എവിടുന്ന് കിട്ടി? സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. മാധ്യമങ്ങളൊക്കെ അതിന്റെ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ചുകൂടെ സ്വീകാര്യമായിട്ടുള്ള വാക്കുകൾ, സന്തോഷകരമായ രീതിയിലുള്ള വാക്കുകൾ സംസാരിക്കാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കരുത്. വാക്കാൽ വീണുപോയവരാണ് വാളാൽ വധിക്കപ്പെട്ടവരെക്കാൾ ഏറെ എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. വാക്കാൽ വീണുപോയവരാണ് ഏറെ. അപ്പൊ അതുകൊണ്ട് നല്ല വാക്കുകളിലൂടെ സംസാരിക്കാനായിട്ട് ഹൃദയ നിക്ഷേപം സൂക്ഷിക്കുന്നവരായി മാറാം. നല്ല കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കാം. അതിലൂടെ മറ്റുള്ളവരുമായി നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്താം. പ്രകാശമായി മാറാം. എന്ന് വെച്ചാൽ ഊർജമുള്ളവരാവുക. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഊർജം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ആ ഊർജം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ. ഊർജം എന്ന് പറഞ്ഞാൽ അതാണ്. ഊർജത്തെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ലെന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഊർജത്തെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റണം. സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സ്ത്രീകളും വീട്ടിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് വിളമ്പുന്നവരാണ്. ഒരു സ്ത്രീക്ക് ആരോഗ്യമില്ലാതെ പോയാൽ ഒരു കുടുംബത്തിന്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടും എന്നുള്ളത് തിരിച്ചറിയാം. ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിലാണ് കുടുംബത്തിന്റെ ആരോഗ്യം ഇരിക്കുന്നത്. ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിലാണ് സമൂഹത്തിന്റെ ആരോഗ്യം ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ അമ്മമാരും ഭക്ഷണം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇച്ചിരി ഭക്ഷണം കഴിക്കുകയും കൂടെ വേണം. സ്വന്തം ആരോഗ്യം അങ്ങനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. എന്നാലല്ലേ നമുക്ക് ഊർജ്ജമുള്ളവരായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു പ്രകാശമായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഭൂമിയുടെ പ്രകാശവും ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ
സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നവരായി നമുക്ക് മുമ്പോട്ട് പോകാം. ഏതൊരു സംഘടനയുടെയും ഏതൊരു കൂട്ടായ്മയുടെയും ലക്ഷ്യം രണ്ട് വാക്കുകൾ മാത്രമാണ്: സന്തോഷം, സമാധാനം. ഏതൊരു സംഘടനയുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? അത് സന്തോഷം ഉണ്ടാക്കിയെടുക്കുക, സമാധാനം ഉണ്ടാക്കിയെടുക്കുക. ഇത് രണ്ടുമാണ്. ഇത് രണ്ടും ആരും നൽകുന്നതല്ല, ഒരിക്കലും സ്വയം കണ്ടെത്തുന്നതും ഉണ്ടാക്കുന്നതുമാണ്. അതുകൊണ്ട് ഈ 2 പ്രോഡക്റ്റും ഉണ്ടാക്കിയെടുക്കുന്ന സംഘടനകളുടെ പങ്കാളികളായി, നേതാക്കളായി നമുക്ക് ഓരോരുത്തർക്കും മുമ്പോട്ട് വരാൻ കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട്, എന്നെ കേട്ടിരുന്നതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.